കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു 20ഓളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു. അതിന്റെ റിസൾട്ട് എന്തായെന്ന് നോക്കാം. 20 ദിവസത്തിന് ശേഷം നമ്മുടെ ഇൻക്യുബേറ്റർ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച, രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു. ഏതാണ്ട് 1 മണിക്കൂർ കൂടെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ദേ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞും കൊണ്ടേയിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും 20ൽ 13 മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട്. ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യുബേറ്റർ സംഭവം സൂപ്പറാണ്. റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ചുപേര് കമന്റ് ചെയ്തിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു 5 എണ്ണം അതിനകത്തുണ്ട്. 26 5 31. ഇതിപ്പോ വിരിഞ്ഞിറങ്ങിയ ടീം. അപ്പൊ അവർക്ക് ചൂട് കൊടുത്തേ ഉള്ളൂ. തിരിയുന്നുണ്ടോ? തിരിയണ്ട, പതിയെ പതിയെ തിരിയുന്നുണ്ട്. പതിയെ 35 കോഴിമുട്ട. ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രം. നമ്മൾ ഒരാഴ്ച ടോർച്ച് വെച്ച് നോക്കുക. എന്നിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കാം. പിന്നെ കമ്പി ബുദ്ധി വെച്ചിട്ട് വലിച്ചു കൊടുക്കുന്നത് കോഴിമുട്ട അത് ഏറ്റവും കുറഞ്ഞ ഒരു 10 പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് താറാമുട്ട ഇതിനകത്ത് വിരിയുന്നത്. ഇൻക്യുബേറ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ട്, ഇതിൽ എല്ലായിടത്തും ഒരേ മാർക്കാണ് ചൂട് കിട്ടും. തെർമോകോൾ ഇൻക്യുബേറ്ററിനകത്ത് താറാമുട്ട വിരിയത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക് 100% മുട്ടയും വിരിയിച്ച് തന്ന മജീദ് ഭായിയുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. മജീദ് ഭായി പല നിറത്തിലായിട്ട് പല വലിപ്പത്തിൽ ഒരുപാട് ഇൻക്യുബേറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ എത്ര ടൈപ്പ് ഇൻക്യുബേറ്റർ നിങ്ങൾ? 6 ഐറ്റം ഇൻക്യുബേറ്റർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 6 ഐറ്റം. അതെ, അതിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട്. അതിൽ വലുതും ചെറുതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ? എന്റെ സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ്. മലപ്പുറം കോട്ടക്കലാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പരിചയമാണ്. ഇതുണ്ട്. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ് ഇരിക്കുന്നത്. അതെ, ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഇത് ഓരോന്നും നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഈ ഓട്ടോമാറ്റിക്, മാനുവൽ, സെമി ഓട്ടോമാറ്റിക് എല്ലാ ഇൻക്യുബേറ്ററും കാണിച്ചു കൊടുക്കും. ഓക്കെ, ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമുക്ക് എടുക്കാൻ പോകാം. ഇതാണ് മാനുവൽ ഇൻക്യുബേറ്റർ. മാനുവൽ ഇൻക്യുബേറ്റർ. ഇതാണ് മാനുവൽ ഇൻക്യുബേറ്റർ. ഇതിന് നമുക്ക് 60 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. 60 കോഴിമുട്ട. അതെ അതെ, ഇതായത് റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ തെർമോക്കോൾ ബോക്സ് ആണ്. നമ്മൾ ഇതിൽ നെറ്റ് കൊടുക്കുന്നുണ്ട്, കോഴിമുട്ട വെക്കാൻ നെറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മള് ആദ്യം നമ്മൾ ഇതിൽ പേപ്പർ ഇരിക്കുക, അതിന് മുകളിൽ നെറ്റ് വെക്കുക, എന്നിട്ട് ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശരി, എന്നിട്ട് അതിൽ എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു പാംലെറ്റ് ഉണ്ട്, നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതൊക്കെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് റിലേ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കംപ്ലൈന്റ് ഒക്കെ ഉണ്ട് റെഡി ആവാൻ വേണ്ടിട്ട് അഡീഷണൽ ആയിട്ട് റിലേ കൊടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇൻക്യുബേറ്റർ കംപ്ലൈന്റ് ആവാൻ സാധ്യത വളരെ കുറവായിരിക്കും. അതെ, ഓക്കെ, അടുത്ത നോക്കിയാലോ. അടുത്തതാണ് ഇനി വരുന്നത്. ഇത് ചെറിയ മാനുവൽ അല്ലേ? അത് ഇത് ചെറിയ മാനുവൽ. ചെറിയ ഇത് 60 കോഴിമുട്ട വെക്കുന്ന ചെറിയ മാനുവൽ ഇൻക്യുബേറ്റർ ആണ്. ശരി. അടുത്തത് പിന്നെ വരുന്നത് 100 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ ആണ്. 100 കോഴിമുട്ട വെക്കുന്നത്. 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ്. 100 കോഴിമുട്ടക്കുള്ള 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ്. ഓക്കെ, ഇത് സെയിം പ്രവർത്തനം എല്ലാം സെയിം അല്ലേ? സെയിം പ്രവർത്തനമൊക്കെ സെയിം ആണ്. ശരി. സെയിം പ്രവർത്തനമാണ് വേണ്ടത്. നമ്മൾ ഈ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട പെട്ടെന്ന് ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടി നെറ്റും കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് നെറ്റ്. അതെ. ശരി. അടുത്ത നോക്കിയാലോ നമുക്ക്. അതെ, പല നിറത്തിലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നിറം ചൂസ് ചെയ്യാൻ പറ്റും. എന്താ ഇത്? ഏതാണ് ഇത്? നമ്മൾ ഇതിന്റെ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്, ചെറിയ ഓട്ടോമാറ്റിക് ആണ്. ഇതൊരു 35 കോഴിമുട്ട വെക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. 35 കോഴിമുട്ട വെക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രം. വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 3 ദിവസം മുമ്പ് നമ്മളെ ഇൻക്യുബേറ്ററിലെ സ്വിച്ച് ഓഫ് ആയി കൊടുക്കണം. കോഴിമുട്ടയ്ക്കാകുമ്പോൾ 3 ദിവസം മുമ്പ് ഓഫാക്കി കൊടുക്കണം. പിന്നെ മുട്ട അനക്കേണ്ട കാര്യമില്ല, അനക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഒരാഴ്ച ടോർച്ച് വെച്ച് നോക്കുക, എന്നിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഞാൻ മുട്ട വെച്ചപ്പോഴും അതുപോലെ തന്നെ ഏകദേശം 7ഓളം മുട്ട വിരിയാത്ത മുട്ടയാണ്. കൊത്തുമുട്ട എല്ലായിരുന്നുണ്ട്. ബാക്കി എല്ലാം റിസൾട്ട് ആയിരുന്നു കേട്ടോ. ഈ കൊത്തുമുട്ട അല്ലാത്ത ചിലത് നീര് വന്നിട്ടാണ് കംപ്ലൈന്റ് ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനത്തെ മുട്ട ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടയ്ക്ക് നോക്കുന്നത്. പിന്നെ നമ്മൾ പല സ്ഥലത്തുനിന്ന് കോഴിമുട്ട വാങ്ങാന്നുണ്ടെങ്കിൽ ചില സ്ഥലത്തുനിന്ന് നല്ല മുട്ട ആവില്ല. അപ്പൊ അതൊക്കെ ആദ്യം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ സ്കാൻ ചെയ്ത് ഏറ്റവും നല്ലത്. ശരി. ആകെ ഈ ഓട്ടോമാറ്റിക്കിനകത്ത് ആകെ നമ്മൾ തുറക്കേണ്ടി വരുന്നത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും മടിയന്മാരായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനമാണ് ഓട്ടോമാറ്റിക്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കൊടുക്കണം. ഡെയിലി 2 തവണ തിരിക്കണം അല്ലേ? ഡെയിലി 2 തവണ തിരിക്കണം. ഓക്കെ, അടുത്തതാണ് ബ്രോ. അത് നമ്മുടെ സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. സെമി ഓട്ടോമാറ്റിക്. ശരി, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരായിട്ടാണ് സെമി ഓട്ടോമാറ്റിക്. അതെന്താണ് സെമി ഓട്ടോമാറ്റിക് എന്ന് നോക്കാം. ഇത് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതില് ഒരു ലിവർ ഉണ്ട്, ഒരു കമ്പി ഉണ്ട്. ആ കമ്പി ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട ഓട്ടോമാറ്റിക് തിരിഞ്ഞോളൂ. അതായത് എല്ലാ മുട്ടയും നമ്മൾ കൈയിട്ട് പിടിക്കേണ്ട ലിവർ ജസ്റ്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ കോഴിമുട്ട തിരിച്ചു. അപ്പൊ അങ്ങനെ കോഴിമുട്ട തിരിഞ്ഞോളൂ. നേരത്തെ ഇപ്പം ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു മോട്ടോർ വെച്ചിട്ട് തിരിക്കും. അതെ.
അതെ സെമി ഓട്ടോമാറ്റിക് നമ്മൾ ജസ്റ്റ് ഇത് വലിച്ചു കൊടുത്താൽ മതി. വലിച്ചു കൊടുത്താൽ മതി, സിമ്പിൾ പരിപാടി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? അപ്പൊ നമ്മൾ 4 ഐറ്റം കണ്ടിട്ടുണ്ട്. ഇനിയുള്ളത് വലിയ ഓട്ടോമാറ്റിക് അല്ലേ? ഇത് ഉള്ളത് വലിയ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആകുമ്പോഴത്തേക്കും സൈസ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും മുട്ടയുടെ എണ്ണം കുറവേ വെക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അതെ അതെ. ഈ മാനുവൽ ആകുമ്പോൾ 100 വെക്കാൻ പറ്റുന്നത് ഇത് 60 വെക്കാൻ. അത് 60 വെക്കാൻ പറ്റുള്ളൂ. ഒന്ന് തുറന്നു. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഈ സംഭവമാണ് എന്റെ വീട്ടിലിരിക്കുന്ന ഈ സംഭവം. ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. പക്ക റിസൾട്ട് എന്ന് പറഞ്ഞാൽ പക്ക റിസൾട്ട്. ഒരു രക്ഷയില്ല. കാരണം എല്ലാരും എന്നോട് പറഞ്ഞാണ് താറാമുട്ട, ഞാനത് വെക്കാൻ പോയപ്പോഴേ എല്ലാരും എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ പറയുക, ബ്രോ വിരിയത്തില്ല താറാമുട്ട, ഈ ടൈപ്പ് ഇൻക്യുബേറ്ററിനകത്ത് താറാമുട്ട വിരിയത്തില്ലാന്ന്. എന്റെ അടുത്ത് ഏറ്റവും കുറഞ്ഞ ഒരു 10 പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് താറാമുട്ട ഇതിനകത്ത് വിരിയത്തില്ല. ഇൻക്യുബേറ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ട്, ഇതിൽ എല്ലായിടത്തും ഒരേ മാർക്കാണ് ചൂട് കിട്ടുന്നത്. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് വിരിയുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ചൂട് നിൽക്കും. പിന്നെ കുറഞ്ഞ കറണ്ട് ബിൽ മതി. പിന്നെ കറണ്ട് പോലെ ഏകദേശം ഒരു 10 മണിക്കൂർ വരെയൊക്കെ ചൂട് നിൽക്കും. സത്യമാട്ടോ, അത് സത്യമാണ്. എനിക്ക് നമ്മുടെ വീട്ടില് ഈ എന്താ പറയാ തൂക്കോട്ടാൻ വന്ന സമയത്ത്, അതായത് ഈ ലൈൻ കമ്പിയില് എന്താ പറയാ ഈ ഇലയൊക്കെ വീണ് കിടന്ന് വെട്ടിക്കളയാൻ വരത്തില്ല, ആ സമയത്ത് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടിരുന്നതാണ്, കറണ്ട് ഓഫ് ചെയ്തിട്ടിരുന്നതാണ്. ആ സമയത്ത് പോലും നമുക്ക് ഈ മുട്ട ഹാച്ചിങ്ങിന് ഒരു പ്രശ്നം. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂട് നിൽക്കുന്നുണ്ട്. ശരി. ഓക്കെ, ഈ സംഭവമാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. നമുക്ക് പക്ക റിസൾട്ട്. ഈ ഒരു സാധനത്തിന്റെ കാര്യത്തിൽ ഒരു എന്താ പറയാ ഒരു സംശയം വേണ്ട, പക്ക ഗ്യാരണ്ടിയാണ്. ഞാൻ ഗ്യാരണ്ടിയാണ്. വേറെ ഏതാണ് ബ്രോ ഉള്ളത്? പിന്നുള്ളത് സെമി ഓട്ടോമാറ്റിക് തന്നെ വലിയ സെമി ഓട്ടോമാറ്റിക്. അത് 65 മുട്ട വെക്കാൻ പറ്റിയ സെമി ഓട്ടോമാറ്റിക്. 65 മുട്ട വെക്കാൻ പറ്റിയ സെമി ഇത് സെയിം പ്രവർത്തനം തന്നെയാണ്. ഈ കമ്പി പിടിച്ച് വലിച്ചു, ഈ കമ്പി ബാക്കിൽ പിടിച്ച് വലിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത് കോഴിമുട്ട അങ്ങനെ തിരിഞ്ഞോളും. ശരി. ഇനി അടുത്തൊരു കാര്യം, ഇത് കേരളത്തിൽ എല്ലായിടവും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും? കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും നമ്മള് ഡെലിവറി വഴി അയച്ചു കൊടുക്കും. സോറി, കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും നമ്മള് കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അടുത്തുള്ള ഡെലിവറി പോയിന്റിൽ പോയി കളക്ട് ചെയ്താൽ കേരളത്തിന് പുറത്തേക്കാന്നുണ്ടെ ഡൽഹി വരെ ഒരു കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലായിടവും കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടല്ലോ. ഇപ്പൊ ഇതെല്ലാം ഇന്ന് പോകാനുള്ള സാധനങ്ങളാണ്. ഇത് നമ്മുടെ സെറ്റാക്കി വെച്ചതാണ്. പോകാനുള്ള സാധനങ്ങളുണ്ട്, പിന്നെ സെറ്റാക്കി വെച്ച സാധനങ്ങൾ. അതെ അല്ലേ? എല്ലാ ടൈപ്പ് എല്ലാ കളറിലും കിട്ടും കേട്ടോ. ഭയങ്കര ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. പിന്നെ റിസൾട്ടിന്റെ കാര്യത്തിൽ ഇതിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. ഇനി അടുത്ത സെറ്റ് നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ട് അത്യാവശ്യം കോഴിമുട്ടയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ മജീദ് ഭായി, താങ്ക് യു.